വെടിനിർത്തൽ കരാർ കാറ്റിൽ പറത്തി ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുന്നു. വ്യാഴാഴ്ച ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസിൻ്റെ നാവികസേനാ മേധാവി കൊല്ലപ്പെട്ടു. ഒപ്പം മറ്റൊരു ഹമാസ് സൈനികനും ജീവൻ നഷ്ടപ്പെട്ടു. ഇസ്രായേൽ സൈന്യവും ഷിൻബെറ്റ് സുരക്ഷാ ഏജൻസിയുമാണ് ഹമാസ് സൈനികർ കൊല്ലപ്പെട്ട വിവരം പ്രഖ്യാപിച്ചത്. ഇസ്രായേൽ സൈനികർക്കെതിരായ ആക്രമണത്തിന് മറുപടിയായി നടത്തിയ തിരിച്ചടിയിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. ഹമാസിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ കൂടുതൽ വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു. പിന്നാലെയാണ് സൈന്യത്തിൻ്റെ പ്രഖ്യാപനം. വ്യോമാക്രമണത്തിൽ 5 പേർ കൊല്ലപ്പെട്ടു. IDF നിയന്ത്രണത്തിലുള്ള പ്രദേശത്തേക്ക് ഹമാസ് പോരാളികൾ കടന്നു കയറിയെന്നും തുടർന്നാണ് ആക്രമണം നടത്തിയതെന്നുമാണ് ഇസ്രായേലിൻ്റെ അവകാശവാദം. പ്രധാന മധ്യസ്ഥ രാഷ്ട്രമായ ഖത്തർ സമീപകാല ആക്രമണങ്ങൾക്ക് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി. വെടിനിർത്തൽ കരാറിന് ഭീഷണിയാണ് ഈ ആക്രമണങ്ങളെന്നും ഖത്തർ കുറ്റപ്പെടുത്തി. ബുധനാഴ്ച തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസ് പ്രദേശത്ത് നിലയുറപ്പിച്ച ഇസ്രായേൽ സൈന്യത്തിനെതിരെ ഹമാസ് വെടിയുതിർത്തു. ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റില്ല. മറുപടിയായി ഇസ്രായേൽ പ്രതിരോധ സേന ഹമാസ് ലക്ഷ്യങ്ങളിൽ തുടർച്ചയായി ആക്രമണം നടത്തി. ഈ ആക്രമണങ്ങളിലാണ് ഹമാസ് നാവികസേനാ മേധാവി അബ്ദുള്ള അബു ഷമലയും ഹാദി അബു മുസ്തഫയും കൊല്ലപ്പെട്ടതെന്ന് IDFും ഷിൻബെറ്റും പറഞ്ഞു. ഇസ്രായേലുകാരെ ഗാസയിൽ ബന്ദികളാക്കിയ ആക്രമണത്തിൽ പങ്കെടുത്തയാളാണ് ഹാദി അബു മുസ്തഫയെന്ന് IDF പറഞ്ഞു. വർഷങ്ങളായി ഹമാസിൻ്റെ നാവികസേനയിൽ വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന മുതിർന്ന ഹമാസ് കമാൻഡറായിരുന്നു അബു ഷമല. 2014 ഗാസ യുദ്ധകാലത്ത് സിക്കിം പ്രദേശത്ത് ഹമാസ് കടൽ മാർഗം നുഴഞ്ഞു കയറിയിരുന്നു. ഈ നീക്കത്തിൽ അബു ഷമലയ്ക്ക് പങ്കുണ്ടെന്നാണ് IDF പറയുന്നത്. ഒക്ടോബർ 7 ആക്രമണത്തിൽ ഇസ്രായേലിലേക്ക് നുഴഞ്ഞു കയറുന്നതിനായി നാവികസേനയെ ആസൂത്രണം ചെയ്യുന്നതിലും പരിശീലിപ്പിക്കുന്നതിലും അദ്ദേഹം പങ്കുവഹിച്ചിരുന്നുവെന്നും IDF പറയുന്നു. വ്യാഴാഴ്ച തെക്കൻ ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 5 പലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടതായി പലസ്തീൻ മാധ്യമങ്ങളും ഹമാസ് അധികൃതരും അറിയിച്ചു. ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘനം നടത്തുകയാണ്. ഈ കരാർ ലംഘനത്തിന് മധ്യസ്ഥരുടെ ഭാഗത്തു നിന്ന് ഗൗരവമേറിയതും ഫലപ്രദവുമായ നടപടി ആവശ്യമാണെന്ന് ഹമാസ് പറഞ്ഞു. ഈ ലംഘനങ്ങൾ തടയാനും വെടിനിർത്തൽ കരാർ നിലനിർത്താനും ഇസ്രായേലിന് മേൽ മധ്യസ്ഥ രാഷ്ട്രങ്ങൾ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഹമാസ് വക്താവ് ഹസീം ഹാസിം AFPയോട് പറഞ്ഞു. വ്യാഴാഴ്ചയും മഞ്ഞരേഖ കടന്ന 2 ഹമാസ് പ്രവർത്തകർക്ക് നേരെ വെടിയുതിർത്തതായി IDF അറിയിച്ചു. 2 ഹമാസ് പ്രവർത്തകർ അതിർത്തി കടന്ന് കെഫിർ ബ്രിഗേഡിൻ്റെ സൈനികരെ സമീപിക്കുന്നത് കണ്ടതായി സൈന്യം പറഞ്ഞു. കെഫിർ സൈനികർക്ക് നേരെ ഹമാസ് പ്രവർത്തകർ ഭീഷണി ഉയർത്തിയെന്നും തുടർന്ന് അവർ വെടിയുതിർത്തുവെന്നും ഇസ്രായേൽ സൈന്യം അറിയിച്ചു. വെടിനിർത്തൽ കരാർ അനുസരിച്ചാണ് ഗാസയിൽ സൈന്യത്തെ വിന്യസിച്ചിരിക്കുന്നതെന്നും ഏതെങ്കിലും അടിയന്തര ഭീഷണി ഉണ്ടായാൽ അത് നീക്കം ചെയ്യുന്നതിനായി പ്രവർത്തനം തുടരുമെന്നും IDF പറഞ്ഞു.